Hi, എല്ലാവർക്കും എജിക്കേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ 13th വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ SN1 റിയാക്ഷൻ SN2 റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. SN1 SN2 റിയാക്ഷൻ. ഈ റിയാക്ഷൻ എവിടെയാണ് കാണുന്നത്? ഇത് ആൽക്കൈൽ ഹാലൈഡിലാണ് കാണുന്നത്. ഇതാണ് ആൽക്കൈൽ ഹാലൈഡിന്റെ ജനറൽ ഫോർമുല. R എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതായത് കാർബണും ഹൈഡ്രജൻ്റെ ഒരു ചെയിൻ. X എന്താണ്? ഹാലൈഡ് ആണ്. അത് നമ്മുടെ ഗ്രൂപ്പ് 17ലെ ഒരു എലിമെന്റ്. ആൽക്കൈൽ ഹാലൈഡ് സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? R പ്ലസും X മൈനസും അല്ലേ? അതെന്താണ്? ഹാലൈഡിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ ഈ ബോണ്ടിലെ 2 ഇലക്ട്രോൺസും ഹാലൈഡ് കൊണ്ടുപോകും. 2 ഇലക്ട്രോൺസും കൊണ്ടുപോകുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചാർജാണ് കൊടുക്കുന്നത്? നെഗറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഹാലൈഡ് നെഗറ്റീവ് ചാർജും ആറിനെ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പിന് പോസിറ്റീവ് ചാർജും കിട്ടി. ആൽക്കൈൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? കാർബണും ഹൈഡ്രജൻ്റെ ചെയിൻ. അതായത് കാർബണിനാണ് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. കാർബണിന് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എന്താണിത്? കാർബോക്കേറ്റയോൺ അല്ലേ? കാർബോക്കേറ്റയോൺ ആണ്. ഹാലൈഡിൻ്റെ റോൾ ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. ഇനി നമ്മളിവിടെ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുന്നു. ഈ ന്യൂക്ലിയോഫൈൽ ആൽക്കൈൽ ഗ്രൂപ്പിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. അതെന്താണ്? അതിൻ്റെ കാരണം ന്യൂക്ലിയോഫൈലിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് എന്തിലോട്ട് പോയി അറ്റാക്ക് ചെയ്യും? പോസിറ്റീവ് ചാർജിലോട്ട് പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ 2 സൈഡുണ്ട്. ഒന്ന് ഈ ആറിൻ്റെ ഈ ഹാലൈഡ് ചെയ്യുന്ന ഈ സൈഡിൽ തന്നെ വന്ന് അറ്റാക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ഇവിടെ ഒരു സൈഡും കൂടെ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഏത് സൈഡിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അതനുസരിച്ച് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഫോം ആകും. ആ പ്രൊഡക്ട്സിൻ്റെ ബേസിസിലാണ് ഈ SN1 റിയാക്ഷൻ SN2 റിയാക്ഷൻ 2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമ്മറി. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് ഡീറ്റെയിലിൽ ഈ വീഡിയോ നമുക്ക് കാണാം. SN1 SN2. S stands for substitution. എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. N stands for nucleophilic. ഇവിടെ അത് തന്നെയാണ്. SN1 ടുഗദർ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂക്ലിയോഫിലിക് ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. SN2 നമ്മൾ എന്ത് പറയും? സെക്കൻഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് എൻ്റെ പേര്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് SN1 1 എന്ന് കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു 2 സ്റ്റെപ്പ് റിയാക്ഷനാണ്. ഇവിടെ ഏത് നമ്പറാണ് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ വരും. 1 ആണെങ്കിൽ 2 സ്റ്റെപ്പ് റിയാക്ഷൻ, അങ്ങനെയാണെങ്കിൽ 2 ആണെങ്കിൽ എന്താണ്? 1 സ്റ്റെപ്പ് റിയാക്ഷനാണിത്. 2 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പ്രൊഡക്റ്റ് ഫോം ആവുമല്ലോ. ഒരു സ്റ്റെപ്പിൽ ഒരു പ്രൊഡക്റ്റ് വെച്ച് ഫോം ആവും. 2 സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് 2 പ്രൊഡക്റ്റ് ഫോം ആവും. 2 പ്രൊഡക്ട്സ് ആർ ഫോംഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പ്രൊഡക്റ്റ് ഫോം ആവും? ഒരു പ്രൊഡക്റ്റേ ഫോം ആകത്തുള്ളൂ. SN1 റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റയോൺ ഫോംഡ്. റിയാക്ഷനിൽ കാർബോക്കേറ്റയോൺ ഫോം ആവുമെന്ന് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ആ കാർബോക്കേറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചായിരിക്കും SN1 റിയാക്ഷൻ SN2 റിയാക്ഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. കാർബോക്കേറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ SN1 റിയാക്ഷൻ ആയിരിക്കും. അഥവാ കുറവാണെങ്കിൽ SN2 റിയാക്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് കാർബോക്കേറ്റയോൺ കാണാം, എന്നിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് നോക്കാം. ഇതൊരു കാർബോക്കേറ്റയോൺ ആണ്. ഇത് വേറൊരു കാർബോക്കേറ്റയോൺ ആണ്. ഇതൊരു കാർബോക്കേറ്റയോൺ ആണ്. ഈ 3 കാർബോക്കേറ്റയോണിന് 3 പേരുണ്ട്. എന്താണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇതിൻ്റെ പേരെങ്ങനെ വന്നു? ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാണ്. അത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്ലിക്കാവും. ഇല്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി. ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് കണ്ടു തീരുക.
ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്തിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാർബോക്കേറ്റൈൻ്റെ സ്റ്റെബിലിറ്റി ആൽഫ ഹൈഡ്രജനിലാണ്, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജനിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫ ഹൈഡ്രജൻ എന്താണ്? ഏത് കാർബണിലാണോ പോസിറ്റീവ് ചാർജ് ഉള്ളത് അത് ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് അതിനാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എന്താണ്? ഏത് കാർബണിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്, ഈ കാർബണിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്, അത് ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിൽ, ഇതാണ് അത് ജോയിൻ ചെയ്തിരിക്കുന്ന കാർബൺ, അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അതായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ വേറെ ഏതെങ്കിലും കാർബൺ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഒന്നുമില്ല, 0 ആൽഫ ഹൈഡ്രജൻ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിൽ, അതായത് 3 കാർബൺ ഉണ്ട്, അതായത് 3 ആൽഫ കാർബൺ ഉണ്ട്. ഈ 3 കാർബണിൽ 3 ഹൈഡ്രജൻ വെച്ചുണ്ട് അല്ലേ? അപ്പോൾ 3 × 3 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ എവിടെയായിരിക്കും? അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഉണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഈ 3 കാർബോക്കേറ്റൻ തന്നിട്ട് എവിടെയായിരിക്കും SN1 റിയാക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ SN1 റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ്. ഏറ്റവും കുറവ് ചാൻസ് എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. ഏറ്റവും കുറവ് ഇവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, SN2 റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് എവിടെയായിരിക്കും? ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ഓർഡർ ആണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ. ഇവിടെ SN2 ആണ്, ഇവിടെ SN1. ഇതാണ് ഓർഡർ. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളിടത്ത് SN1 റിയാക്ഷൻ നടക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്റ്റെബിലിറ്റി ഉള്ളതിൽ ഇതിലെന്ത് നടക്കും? SN2 റിയാക്ഷൻ നടക്കും. ആ കോൺസെപ്റ്റ് ഇരിക്കായോ? കാർബോക്കേറ്റൈൻ സ്റ്റെബിലിറ്റി നോക്കണം. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള കാർബോക്കേറ്റൈൻ എന്ത് റിയാക്ഷൻ നടക്കും? SN1 റിയാക്ഷൻ നടക്കും. ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ഉള്ള കാർബോക്കേറ്റൈൻ ആണെങ്കിൽ SN2 റിയാക്ഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? ഇവിടെ SN2 നടക്കുമോ SN1 നടക്കുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് ഫാക്ടേഴ്സ് കൂടെ നോക്കണം. ആ ഫാക്ടേഴ്സ് നമുക്ക് കാണാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ 3 കാർബോക്കേറ്റൈൻ അല്ലാതെ കുറച്ച് കാർബോക്കേറ്റൈൻ ഉണ്ട്. ആ കാർബോക്കേറ്റൈൻ ഏതാണെന്ന് ഇവിടെ നോക്കാം. ഇത് മിനിമൈസ് ചെയ്തിട്ട് എഴുതാം. ഈ 3 കാർബോക്കേറ്റൈൻ അല്ലാതെ ഉള്ള കാർബോക്കേറ്റൈൻ നോക്കാം. 2 എണ്ണം കൂടെ ഉണ്ട്. ഒന്നാണ് അലൈൽ കാർബോക്കേറ്റൈൻ. എന്താണ്? അലൈൽ. ഇതാണ് നമ്മുടെ അലൈൽ കാർബോക്കേറ്റൈൻ. പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഒരു ഡബിൾ ബോണ്ടുമായിട്ട് ജോയിൻ്റ് ആണ്. ഇവിടെ അതല്ലേ? പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഡബിൾ ബോണ്ടുമായിട്ട് ജോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ടെർഷ്യറി കാർബോക്കേറ്റൈനെക്കാട്ടും കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. ഇതിനെക്കാട്ടും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കാർബോക്കേറ്റൈൻ ഉണ്ട്. അതിനാണ് ബെൻസൈൽ കാർബോക്കേറ്റൈൻ എന്ന് പറയുന്നത്. എന്താണ്? ബെൻസൈൽ കാർബോക്കേറ്റൈൻ. ബെൻസീൻ റിംഗ് ഉണ്ട്, അതിലൊരു കാർബൺ ജോയിൻ്റ് ആണ്. ആ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ കാർബോക്കേറ്റൈൻ ആയിരിക്കും ഈ എല്ലാ കാർബോക്കേറ്റൈനിലും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഏതായിരിക്കും? ബെൻസൈൽ കാർബോക്കേറ്റൈൻ. അപ്പോൾ ബെൻസൈൽ കാർബോക്കേറ്റൈൻ എവിടെ കണ്ടോ അവിടെ വേറെ ഒരു ഫാക്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാം എന്ത് റിയാക്ഷൻ ആയിരിക്കും? SN1 റിയാക്ഷൻ ആയിരിക്കും. വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വേറെ കുറച്ച് ഫാക്ടേഴ്സ് കാണാം. അതാണ് സോൾവെൻറ്റ്. എന്താണ് സോൾവെൻറ്റ്? റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് ഉണ്ടായിരിക്കും. ഏത് റിയാക്റ്റൻ്റ് ആണോ കൂടുതൽ എമൗണ്ടിലുള്ള, ഏറ്റവും കൂടുതൽ എമൗണ്ടിലുള്ള അതായിരിക്കും ഇവിടെ സോൾവെൻറ്റ്. സോൾവെൻറ്റ് യൂഷ്വലി സൊല്യൂഷനാണ്. റെയർ കേസസ് ഈ സൊല്യൂഷൻ അല്ല, സോളിഡും ആകാറുണ്ട്. സോ യൂഷ്വലി സൊല്യൂഷനാണ്. സോൾവെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യും. SN1 റിയാക്ഷൻ SN2 റിയാക്ഷൻ സോൾവെൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്യാം. പ്രോട്ടിക് സോൾവെൻ്റ് ആണെങ്കിൽ SN1 റിയാക്ഷൻ ആയിരിക്കും. അപ്രോട്ടിക് സോൾവെൻ്റ് ആണെങ്കിൽ SN2 റിയാക്ഷൻ ആയിരിക്കും. എന്താണ് പ്രോട്ടിക്? എന്താണ് അപ്രോട്ടിക്? പേരിൽ തന്നെയുണ്ട്. പ്രോട്ടിക് മീൻസ് പ്രോട്ടോൺ റിലീസിങ്. ന്യൂക്ലിയസിന് ഉള്ളിലുള്ള ആ പ്രോട്ടോണിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ H+ അയണിനെയാണ് ഉദ്ദേശിക്കുന്നത്. H+ അയൺ റിലീസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സോൾവെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? SN1 റിയാക്ഷൻ ഷോ ചെയ്യും. എക്സാമ്പിൾ HCl. HCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ H+ഉം Cl- ഇവിടെ റിലീസ് ചെയ്യുന്നത്. H+ എന്താണ്? പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ ആയതുകൊണ്ട് അതൊരു പ്രോട്ടിക് സോൾവെൻ്റ് ആണ്. അപ്പോൾ അപ്രോട്ടിക് എന്തായിരിക്കും? ഡോണ്ട് റിലീസ് H+. പ്രോട്ടോൺ റിലീസ് ചെയ്യാത്ത, അതായത് H+ റിലീസ് ചെയ്യാത്ത ഏതെങ്കിലും സോൾവെൻ്റ് ആണെങ്കിൽ എന്ത് റിയാക്ഷൻ ആയിരിക്കും? SN2 റിയാക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? NaOH എക്സാമ്പിളാണ്.
NH ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? Na പ്ലസും OH മൈനസും അല്ലേ വരുന്നത്. H പ്ലസ് റിലീസ് ആകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്. അപ്രോട്ടിക് സോൾവെൻ്റ് ആണെങ്കിൽ എന്ത് റിയാക്ഷനാണ്? SN2 റിയാക്ഷനാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അറിഞ്ഞിരിക്കേണ്ട 2 കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നാണ് ഇവിടെ SN1 ആണ്, ഇവിടെ SN2യും. ഒന്നാണ് ഇൻവേർഷൻ, റേസിമൈസേഷൻ. രണ്ടാമത്തെയാണ് ഇൻവേർഷൻ. ഇൻവേർഷനിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഒരു എക്സാമ്പിൾ എടുക്കുന്നു ഞാൻ. CH3Cl. CH3Cl ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? CH3 പ്ലസും Cl മൈനസും. ഇതെന്ത് കാർബോകേറ്റയോണാണ്? പ്രൈമറി കാർബോകേറ്റയോൺ ആണ്. പ്രൈമറി കാർബോകേറ്റയോൺ ആണെങ്കിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? SN1 ആണോ SN2 ആണോ? പ്രൈമറി കാർബോകേറ്റയോൺ നമുക്ക് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവുള്ള കാർബോകേറ്റയോൺ. അങ്ങനെയാണെങ്കിൽ എന്താണ്? SN2 ആണ് നടക്കുന്നത്. നമുക്ക് SN2 റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് മനസ്സിലായത്? കാർബോകേറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ട്. പിന്നെ ന്യൂക്ലിയോഫൈലായിട്ട് റിയാക്റ്റീവ് ആണ്. ന്യൂക്ലിയോഫൈൽ ഇവിടെ എടുത്തിരിക്കുന്ന ന്യൂക്ലിയോഫൈൽ സപ്പോസ് OH മൈനസ് ആണ്. OH മൈനസ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫോം ആകത്തില്ല, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫോം ആകത്തുള്ളൂ. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഇൻവേർഷൻ. ഇൻവേർഷൻ 100% ആയിരിക്കും. അതായത് ഈ പ്രൊഡക്റ്റ് ഫോം ആകത്തേ ഇല്ല, ഈ പ്രൊഡക്റ്റ് ഫോം ആകത്തുള്ളൂ. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? ക്ലോറിൻ ഇരുന്ന അതേ സൈഡിലാണ് ന്യൂക്ലിയോഫൈൽ വന്നിരുന്നെങ്കിൽ ഈ പ്രൊഡക്റ്റ് ആയിരുന്നു ഫോം ആകേണ്ടി. പക്ഷെ അങ്ങനെയല്ല ഫോം ആകുന്നത്. ക്ലോറിൻ ഏത് സൈഡിലാണോ ഇരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് OH മൈനസ് വന്ന് അറ്റാച്ച് ആയത്. അതായത് അറ്റാക്ക് ഫ്രം ബിഹൈൻഡ് എന്ന് പറയാം, അറ്റാക്ക് ഫ്രം ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് പറയാം. ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഫ്രം ബിഹൈൻഡ്, ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ലീവിംഗ് ഗ്രൂപ്പ്. അതായത് ക്ലോറിൻ അല്ലേ ഇവിടുന്ന് ലീവായി പോയെ. അതിൽ ക്ലോറിൻ ഏത് പൊസിഷനിലാണ് ഇരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് വരുന്ന ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഇൻവേർഷൻ എന്ന് പറയും. SN2 റിയാക്ഷനിൽ എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റേ ഫോം ആകത്തുള്ളൂ. അപ്പോൾ SN1 റിയാക്ഷനിൽ ഇൻവേർഷൻ നടക്കാം, അതല്ലേ ഇൻവേർഷൻ നടക്കാതിരിക്കുക. ഇൻവേർഷൻ നടന്നാൽ നമ്മൾ ഇൻവേർഷൻ നടന്നെന്ന് പറയുന്നു. ഇൻവേർഷൻ നടന്നില്ലെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ റിട്ടൻഷൻ എന്ന് പറയുന്നു. റിട്ടൻഷൻ എന്ന് വെച്ചാൽ ഈ പൊസിഷൻ റീറ്റെയിൻ ആകുമോ? ക്ലോറിൻ ആ പൊസിഷനിൽ തന്നെയല്ലേ OH മൈനസും അറ്റാക്ക് ചെയ്ത് റീറ്റെയിൻ ആയി. ആ റീറ്റെയിനാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻവേർഷൻ നടക്കാം, റിട്ടൻഷൻ നടക്കാം. ഈ രണ്ടും കൂടെ നടക്കുകയാണെങ്കിൽ എന്ത് പറയുന്നത് അറിയാമോ? റേസിമൈസേഷൻ എന്ന് പറയും. SN1 റിയാക്ഷനിൽ റേസിമൈസേഷൻ നടക്കും. ആ റേസിമൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇൻവേർഷനും നടക്കും, അതുപോലെ തന്നെ റിട്ടൻഷൻ നടക്കും. പക്ഷേ ഇത് ഈക്വൽ എമൗണ്ടിലല്ല. സപ്പോസ് ഒരു 60% പ്രൊഡക്റ്റ് നമുക്ക് ഇത് കിട്ടും വിചാരിക്കുക, ബാക്കി 40% ഇത് കിട്ടത്തുള്ളായിരിക്കും. അതായത് 50-50 ആയിട്ട് വരത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായിരിക്കും, ഒരെണ്ണം കുറവായിരിക്കും. 50-50 ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ പാർഷ്യൽ റേസിമൈസേഷനും പാർഷ്യൽ റേസിമൈസേഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കാരണം എന്താണ്? റേസിമൈസേഷൻ നടക്കും, പക്ഷേ റിട്ടൻഷൻ ഇൻവേർഷൻ്റെ എമൗണ്ട് ഈക്വൽ അല്ല. ഇത്രയും ക്ലിക്കായല്ലോ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. റേസിമൈസേഷൻ SN1 റിയാക്ഷനിൽ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കാർബൺ ഷുഡ് ബി കൈരാൾ. കാർബൺ കൈരാളാകണം. എന്താണ് കാർബൺ കൈരാളാകണം എന്ന് വെച്ചാൽ ഇതെങ്ങോട്ട് എഴുതണം? ഇവിടെ തന്നെ എഴുതാം. ഇതാണ് നമ്മുടെ കാർബണിന് 4 ബോണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. 4 ബോണ്ടിലും 4 ഡിഫറെൻറ്റ് ആറ്റം ആയിരിക്കണം, ആറ്റം അല്ലെ ഗ്രൂപ്പ് ആയിരിക്കണം ജോയിൻ്റ് ആയിട്ടിരിക്കേണ്ടത്. ABCD.
കാർബണിൻ്റെ 4 ബോണ്ടും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് കൈരാൾ കാർബൺ എന്ന് പറയും. കൈരാൾ കാർബണിലായി ഈ റിയാക്ഷൻ നടക്കുന്നെങ്കിൽ മാത്രമേ ഇവിടെ റേസിമൈസേഷൻ നടക്കത്തുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ക്ലിക്ക് ആയിക്കോളൂ. എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. കാർബൺ ഉണ്ട്, കാർബൺ 4 ബോണ്ടുണ്ട്, ഒരു ബോണ്ടിനിടെ ക്ലോറിൻ ഉണ്ട്, ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, ഒരെണ്ണത്തിൽ CH3 ഉണ്ട്, ഒരെണ്ണത്തിൽ C2H5 ഉണ്ട്. ഈ കാർബൺ കൈരാളാണോ അല്ലയോ? കാർബണിൻ്റെ 4 വാലൻസിയിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ കാർബൺ കൈരാളാണെന്ന് പറയും. ആൽക്കൈൽ ഹാലൈഡ് അല്ലേ ഇത്? സിയും ഉണ്ട്, Cl ഉണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ എന്ത് റിയാക്ഷൻ നടക്കുന്നത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഈ ക്ലോറിൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. CH3 ഉണ്ട്, C2H5 ഉണ്ട്, സെക്കൻഡറി കാർബോക്കറ്റയോൺ ആണ്. SN1 റിയാക്ഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോൾവെൻ്റ് ഏതാണെന്ന് നോക്കി നമുക്ക് SN1 ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേസിമൈസേഷൻ നടക്കും നമുക്ക് പറയാം. കാരണം SN1 റിയാക്ഷൻ നമുക്ക് ഏതാണ്ട് കൺഫേം ആയി, കൈരാൾ കാർബണും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇവിടെ റേസിമൈസേഷൻ നടക്കും. അതായത് ഇൻവേർഷൻ നടക്കും, റിട്ടൻഷൻ നടക്കും. പക്ഷേ ഈക്വൽ അല്ല, പാർഷ്യലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിൽ വരാം. സപ്പോസ് SN1 റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കാർബോക്കറ്റയോൺ നോക്കി ടെർഷ്യറി കാർബോക്കറ്റയോൺ വിചാരിക്കുക, അപ്പോൾ SN1 റിയാക്ഷൻ ഉറപ്പായി. അല്ലെങ്കിൽ സോൾവെൻറ്റ് നോക്കി പോട്ടിക് സോൾവെൻറ്റ് SN1 റിയാക്ഷൻ ഉറപ്പായി. പക്ഷെ കാർബൺ കൈരാളല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ റേസിമൈസേഷൻ നടക്കത്തില്ല. അപ്പോൾ എന്താ, ഇൻവേർഷൻ നടക്കുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ റിട്ടൻഷൻ ആയിരിക്കും നടക്കുന്നത്. ഇഫ് നോട്ട് കൈരാൾ. കൈരാളല്ല ബട്ട് SN1 ആണ്. നോട്ട് കൈരാൾ ബട്ട് SN1. കൈരാൾ കാർബൺ അല്ല ബട്ട് SN1 കാർബൺ ആണ്, SN1 റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ റിട്ടൻഷൻ നടക്കും. അതായത് ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യും, ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ക്ലിക്കായല്ലോ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നേക്കാം. വീഡിയോ ഒന്നുകൂടെ ബാക്ക് എടുത്ത് കേട്ടാൽ മതി, ക്ലിയർ ആകും. ഇതില്ലെങ്കിൽ ഞാൻ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ SN1 SN2 റിയാക്ഷൻ നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ ആകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ സീരീസിലുള്ള ബാക്കി വീഡിയോ കാണുക. നിങ്ങൾ